അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇന്ന് നല്ല അടിപൊളി മസാല ദോശ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇഡ്ഡലി മാവ് അരച്ച് വെച്ചതുണ്ട് വെച്ചെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മസാല പിറ്റേ ദിവസം ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിന് മസാല തയ്യാറാക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവോളയും തക്കാളിയും ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ പേസ്റ്റും പിന്നെ 2-3 പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതും കൂടെ ചേർത്ത് കൊടുക്കുക. അളവും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ എഴുതിയ പോലെ തന്നെ ചെയ്യണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഉരുളൻകിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അതിലേക്ക് മല്ലിയിലയും പുതിനയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതവിടെ കിടന്ന് വേകുമ്പോഴേക്കും ഇപ്പോൾ ഏകദേശം വെന്ത് റെഡിയായി. അപ്പോൾ അത് ഒന്ന് ചൂടാറിയിട്ടൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ മസാല വെന്തക്കണ്. ഇനി അതൊന്ന് താളിച്ചെടുക്കാം നമുക്ക്, നല്ലൊന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് ഉണങ്ങിയ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഈ മസാല വേവിച്ചത് അതിലുണ്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കയ്യിലോണ്ട് ഒന്നണ്ട് ഉടച്ച് കൊടുത്താൽ മസാല എല്ലാതും സെറ്റായി അടിപൊളി മസാല ഇട്ടാ. ഇനി ദോശ തയ്യാറാക്കണ്ടേ? അപ്പം അതിന് ഒരു വലിയൊരു ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചുള്ളത്. അത് പൊറാട്ടയും പത്തിരിയൊക്കെ ചുട്ടിട്ടെടുക്കണ ആ കടായിയാണ് അടുപ്പത്ത് വെച്ചിട്ട് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2-3 മാവ് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. അത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയായ കാരണമാണ് ഞാൻ വെളിച്ചെണ്ണ തടവാതിരുന്നത്. മറ്റേ ഇരുമ്പിൻ്റെ ഒക്കെ ചട്ടിയാണെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ മസാല ദോശയിലേക്ക് വെച്ചിട്ടുണ്ട് മടക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും ചമ്മന്തിയും കൂടെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ